കാസർഗോഡ് നഗരസഭയിൽ ത്രിദിന ശുചീകരണ യജ്ഞം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും സ്വച്ഛ സർവേക്ഷന്റെയും KSWMPയുടെയും ഭാഗമായി കാസർഗോഡ് നഗരസഭയുടെ നേതൃത്വത്തിൽ 28 മുതലാണ് ശുചീകരണ യജ്ഞം തുടങ്ങിയത്. ബന്നർ മയക്കുമുന്നേ വൃത്തിയാക്കിറ എന്ന വ്യത്യസ്തമായ പേരിലായിരുന്നു 3 ദിവസങ്ങളിലായി ശുചീകരണം നടത്തിയത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം നിർവഹിച്ചു. 3 ദിവസമായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി ബന്നർ മഴയ്ക്കുമുന്നേ വൃത്തിയാക്കിറ എന്ന ക്യാപ്ഷനോട് കൂടി നടത്തുന്ന ശുചീകരണ ക്യാമ്പയിനാണ് നടത്തുന്നത്. ആദ്യത്തെ ദിവസം മുനിസിപ്പാലിറ്റിയുടെ അകത്തും, രണ്ടാമത്തെ ദിവസം മുനിസിപ്പാലിറ്റി ഓഫീസിന് പുറത്തും, മൂന്നാമത്തെ ദിവസം സമാപന ദിവസമായ ഇന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ശുചീകരണ പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേന അംഗങ്ങളും വ്യാപാരികളും എല്ലാവരെയും സന്നദ്ധ പ്രവർത്തകരെയും ഒത്തൊണിച്ച് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശുചിത്വം കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എല്ലാവരും സഹകരിച്ചാൽ തീർച്ചയായും നമ്മുടെ കാസർഗോഡ് ടൗണിനെ ഏറ്റവും നല്ല ടൗണാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് മുഴുവൻ ആളുകളും, മുഴുവൻ ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും മുനിസിപ്പാലിറ്റിയുമായി സഹകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥന നടത്തുകയാണ്. ആദ്യ ദിനം നഗരസഭാ ജീവനക്കാർ ചേർന്ന് ഓഫീസ് പരിസരം ശുചീകരിച്ചു. രണ്ടാം ദിനമായ ഏപ്രിൽ 29-ന് നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും ചേർന്ന് ഓഫീസ് പരിസരവും അനുബന്ധ മേഖലകളും വൃത്തിയാക്കി. മൂന്നാം ദിനമായ വ്യാഴാഴ്ച നഗരത്തിൽ വിപുലമായ രീതിയിലുള്ള മെഗാ ശുചീകരണ പരിപാടിയാണ് നടത്തിയത്. ശുചിത്വ മിഷൻ, KSWMP, കുടുംബശ്രീ, NSS, NCC കേഡറ്റുകൾ, വ്യാപാരി, വ്യവസായികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഈ ജനകീയ യജ്ഞത്തിൽ പങ്കാളികളായി. നഗരസഭയുടെ ബയോ മൈനിംഗ് പദ്ധതി ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും ഇതോടൊപ്പം പ്രാധാന്യം നൽകുന്നുണ്ട്. നഗരത്തെ സുന്ദരമാക്കുന്നതിനായി ജനപ്രതിനിധികളും വിവിധ സംഘടനകളും പൊതുജനങ്ങളുമെല്ലാം ഒത്തുചേർന്ന ആവേശകരമായ പങ്കാളിത്തമാണ് ശുചീകരണ യജ്ഞത്തിൽ ദൃശ്യമായത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഇനി നമ്മൾ എല്ലാവരും വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യും. ഉദ്യോഗസ്ഥന്മാരും സ്ട്രിക്റ്റായിരിക്കും. അതൊക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നല്ല നടപടിയിലേക്ക് പോകും. കാരണം ഈ നഗരം എന്ന് പറയുന്നത് ജനങ്ങളുടെ നഗരമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കേരളത്തിലെ മാലിന്യമുക്തം നവകേരളം എന്ന് വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു നമ്മൾ 3 വർഷമായിട്ട്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ പൂർണ്ണമായ വിജയം എത്തിയിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ. അതുകൊണ്ട് കാസർഗോഡ് നഗരസഭ വളരെ ശക്തമായ നടപടികളുമായിട്ട് പോവുകയാണ്. ഒപ്പം തന്നെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ വേണം. നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ, കടലോരങ്ങൾ, അതുപോലെ തന്നെ നഗര പ്രദേശങ്ങളെല്ലാം തന്നെ വലിച്ചെറിയൽ മുക്തമായിരിക്കണം. ഒരാളും ഒരു കാര്യം വലിച്ചെറിയരുത്. അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക, തരംതിരിച്ച് വയ്ക്കുക. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും പ്രത്യേകം വേർതിരിച്ച് തന്നെ വെക്കണം. ഇല്ലെങ്കിൽ അത് ഫൈൻ ചുമത്തുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലും ഉദ്യോഗസ്ഥരുടെ ഇടയിലും പൊതുപ്രവർത്തകരുടെ ഇടയിലും എല്ലാ തൊഴിലാളി വിഭാഗങ്ങളുടെ ഇടയിലും ഒക്കെ തന്നെ ഈ ഒരു ബോധം വേണം. നമ്മുടെ നാട് സുന്ദര നഗരമാണ്, കാസർഗോഡ് സുന്ദരമാണ്. അതിലേക്കുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നഗരസഭ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.